സ്ട്രാറ്റജിക് പ്രാധാന്യമുള്ള ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ ഗേഷം ദ്വീപിന് മുകളിൽ കത്തിജ്വലിക്കുന്ന ഒരു യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മിഡിൽ ഈസ്റ്റിൽ വലിയ പരിഭ്രാന്തിയാണ് ഉടലെടുത്തത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുന്ന ഈ അനിഷേധ്യ ദൃശ്യങ്ങൾ ഇറാന്റെ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള പുതിയ തിരിച്ചടിയാണോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ആകാശത്ത് നിന്ന് കത്തിയമർന്ന് താഴേക്ക് പതിക്കുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അത് അമേരിക്കൻ വ്യോമസേനയുടെയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെയോ തകർക്കപ്പെട്ട വിമാനമാണോ എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അതിവേഗം ശക്തമായി. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെ ഇറാൻ നടത്തിയ വ്യോമ പ്രതിരോധ നീക്കത്തിന്റെ ഫലമാണിതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളും നിരീക്ഷകരും അനുമാനിക്കുന്നത്. സംഭവം നടന്നതായി പറയപ്പെടുന്ന ഗേഷം ദ്വീപ് ഹോർമുസ് കടലിടുക്കിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശമാണ്. പേർഷ്യൻ ഉൾക്കടലിലെ എണ്ണക്കപ്പൽ പാതകളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇറാൻ സൈന്യത്തിന് ഏറ്റവും സഹായകരമാകുന്ന ഒരു താവളം കൂടിയാണ് ഈ ദ്വീപ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ പുകയും തീയും പടർന്ന നിലയിൽ ഒരു വിമാനം അതിവേഗം ആകാശത്തു നിന്ന് താഴേക്ക് പതിക്കുന്നത് വ്യക്തമായി കാണാം. വിമാനം തീ പിടിച്ച നിലയിലാണ് സമുദ്രത്തിലേക്കോ അല്ലെങ്കിൽ ദ്വീപിന്റെ നിർജ്ജന പ്രദേശങ്ങളിലേക്കോ വീഴുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തസ്നീം ന്യൂസ് ഏജൻസി ഈ സംഭവത്തെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. വിഷയം നിലവിൽ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷണം നടക്കുകയാണെന്നുമാണ് വാർത്താ ഏജൻസി വ്യക്തമാക്കിയത്. എന്നാൽ തകർന്നു വീണ വിമാനം ഏത് രാജ്യത്തിന്റെയാണെന്നോ അല്ലെങ്കിൽ അതിൽ ജീവനക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ തസ്നീം ന്യൂസ് ഏജൻസി ഇതുവരെ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിക്കുന്നത് വരെ ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ സൂചന. സംഭവത്തിൽ ആളപായം ഉണ്ടായോ എന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിമാനം തകർന്നു വീണ സ്ഥലത്തേക്ക് ഇറാന്റെ സുരക്ഷാ സേനയും അന്വേഷണ സംഘങ്ങളും കുതിച്ചെത്തിയതായും അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. അതിനിടെ തകർന്നു വീണത് അമേരിക്കയുടെ അത്യാധുനിക അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ MQ-9 റീപ്പർ ഡ്രോൺ ആണെന്ന തരത്തിലും ശക്തമായ പ്രചാരണം നടക്കുന്നുണ്ട്. അമേരിക്കൻ സൈന്യം നിരീക്ഷണങ്ങൾക്കും കൃത്യതയാർന്ന ആക്രമണങ്ങൾക്കുമായി മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ ഒന്നാണിത്. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായി ശരിവെക്കാൻ ടെഹ്റാനോ വാഷിംഗ്ടണോ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കൻ പ്രതിരോധ വകുപ്പോ ഇറാന്റെ പ്രതിരോധ മന്ത്രാലയമോ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായ 13ാം രാത്രിയും കടുത്ത വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സംഭവം അരങ്ങേറിയത്. മേഖലയിൽ പോരാട്ടം കടുക്കുന്നതിനിടെയാണ് ഇരുപക്ഷത്തെയും ആശങ്കയിലാക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, കമാൻഡ് ഓപ്പറേഷൻ ഓഫീസുകൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തി വന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇറാന്റെ പ്രതിരോധ നിര അമേരിക്കൻ ഡ്രോണുകളെയോ വിമാനങ്ങളെയോ ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുത്തുവിട്ടതിന്റെ ഫലമായാണോ ഈ അപകടമുണ്ടായതെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. മേഖലയിൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന ഏത് വിദേശ വിമാനത്തെയും തകർക്കുമെന്ന് ഇറാൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പേർഷ്യൻ ഉൾക്കടൽ മേഖലയിൽ മുൻപും സമാനമായ രീതിയിൽ അമേരിക്കൻ ഡ്രോണുകൾ ഇറാന്റെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടുണ്ട്. 2019 യുഎസിന്റെ ഗ്ലോബൽ ഹോക്ക് ഡ്രോൺ ഇറാൻ തകർത്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന കാര്യം സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. തസ്നീം ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ റഡാർ സംവിധാനങ്ങൾ ഈ മേഖലയിലെ വിദേശ വിമാനങ്ങളുടെ ചലനങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. അതിനാൽ തന്നെ തങ്ങളുടെ അതിർത്തി ലംഘിച്ചെത്തുന്ന ഏത് വ്യോമയാന വസ്തുവിനെയും നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ ഇറാന് സാധിക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പെട്ടെന്നൊരു സ്ഥിരീകരണം വരാത്തത് തന്ത്രപരമായ കാരണങ്ങളാലായിരിക്കാമെന്നും അനുമാനിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ പൈലറ്റില്ലാത്ത വിമാനങ്ങളോ പോർ വിമാനങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കുകയാണ് വാഷിംഗ്ടൺ ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം അരങ്ങേറുന്ന ഇത്തരം സംഭവങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള കപ്പൽ ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുന്നവയാണ്.
ലോകത്തിലേക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. കത്തിജ്വലിക്കുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പേർഷ്യൻ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾക്കും ഓയിൽ ടാങ്കറുകൾക്കും സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഏതൊരു സൈനിക നീക്കവും കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയേറെയാണ്. ഡിജിറ്റൽ യുഗത്തിൽ സൈനിക സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ വീഡിയോകൾ വലിയ രൂപത്തിലുള്ള വിവരയുദ്ധങ്ങൾക്കും വഴി തുറക്കാറുണ്ട്. വസ്തുതകൾ ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ദൃശ്യങ്ങൾ ലോകമെമ്പാടും പടരുന്നത് വിപണികളെയും മാനസികാവസ്ഥകളെയും സ്വാധീനിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന പരസ്യമായ ശത്രുത കൂടുതൽ സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുമെന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവെക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇരുപക്ഷവും കൂടുതൽ അക്രമങ്ങളിലേക്ക് കടക്കാതെ സംയമനം പാലിക്കണമെന്ന് വിവിധ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഗേഷം ദ്വീപിൽ തകർന്നു വീണ വിമാനം ഏതാണെന്നും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണെന്നുമുള്ള വസ്തുത വരും മണിക്കൂറുകളിൽ ഇറാന്റെയോ അമേരിക്കയുടെയോ ഔദ്യോഗിക വിശദീകരണങ്ങളിലൂടെ മാത്രമേ വ്യക്തമാക്കൂ. എന്നാൽ എന്തൊക്കെ തന്നെയായാലും മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു തീപ്പൊരി പ്രദേശമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അംഗം കൂടുതൽ വന്യമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ വ്യോമ നാവിക താവളങ്ങൾ അതിജാഗ്രതയിലാക്കാൻ സഖ്യകക്ഷികളും നിർബന്ധിതരായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒന്നായി മാറും.